അപ്പൊ നിന്റെ മുതലാളിയെ സൂക്ഷിക്കണം. ഒന്ന് പോ ഗൗതമേട്ടാ. ഡേ, കല്യാണം കഴിഞ്ഞ് 2 വർഷം തികയുന്നതിന് മുമ്പ് ഭാര്യ മരിച്ചു. ടിൽ നൗ നോ സെക്കൻഡ് മാരേജ്. ചെറുപ്പക്കാരൻ സുമുഖൻ, സുന്ദരിയായ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് തൊട്ടു മുന്നിൽ. മനസ്സിലൊരു കൊച്ചു തീപ്പൊരി വീണാ പോരെ? ഒരു തീപ്പൊരിയും വീഴില്ല. സാറ് വളരെ നല്ലയാളാ. ഇൻഡീസന്റ് ആയിട്ട് ഇന്ന് വരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതെ, പേഴ്സണൽ അസിസ്റ്റന്റിനോട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. പക്ഷെ സാറല്ല, സാറിന്റെ മോളാ. എന്തൊരു ചുണക്കുട്ടിയാണെന്നറിയാമോ? ഞാൻ ജോയിൻ ചെയ്ത ദിവസം അവൾ എന്നെ ഒന്ന് വരട്ടി. നീ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വരണ്ടിരിക്കുക. കാര്യം തീപ്പൊരി തന്നെ. വലിയ നഗരം, വലിയ വലിയ ആളുകൾ, പിന്നെ പെണ്ണിന്റെ മനസ്സല്ലേ. മണ്ണിനെ നമ്പലാം, ആന പെണ്ണിനെ നമ്പക്കൂടാതെ എന്നാ പണ്ടേതോ പാണ്ടിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും? മൃഗങ്ങളുമായിട്ടല്ലേ സഹവാസം, അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് ഗൗതമേട്ടന് നഷ്ടപ്പെട്ടു എന്നാ എനിക്ക് തോന്നുന്നത്. എടി ബുദ്ധൂസേ, മനുഷ്യനേക്കാൾ വിശ്വസിക്കാവുന്ന മൃഗങ്ങളെയാണ്. അതൊരിക്കലും പിന്നിൽ നിന്ന് കുത്തില്ല. നട തുറന്നു, നമുക്കൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് പോവാം. കൊച്ചിലെ മുതലുള്ള നിന്റെ ഭക്തിപ്രാന്ത് ഇതുവരെ മാറിയില്ലേ? അതൊരിക്കലും മാറില്ല ചേട്ടാ. ഞാൻ എപ്പോ വിളിച്ചാലും ദേവി വിളി കേൾക്കും. എന്നാ നീ പോയി വിളിച്ചിട്ട് വാ, ഞാൻ ഇവിടെ ഒന്ന് വിളിച്ചോളാം.